അപ്പോൾ നമ്മുടെ എന്താ പരിപാടി? ബാംബു പുട്ട് ചിക്കൻ ബിരിയാണി. അപ്പോൾ മുളയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്റ്റീം കേക്ക് ഉണ്ടല്ലോ, പുട്ട് കുറ്റിപ്പുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി. ചിക്കൻ, പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ജീരകം, ബേലിസ്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി മതി, കുറച്ച് ഗരം മസാല, കുറച്ച് പച്ചമുളക്, കുറച്ച് തൈര്, കുറച്ച് നെയ്യിൽ വറുത്ത ഉള്ളി, കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം, ഇനി കുറച്ച് ഉപ്പ്, കുറച്ച് ശുദ്ധമായ നെയ്യ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, നല്ല മുളക്ക്, ഒരു മണിക്കൂർ റെസ്റ്റിലിരിക്കട്ടെ. ഒരുപാട് വെള്ളം വേണം. കുറച്ച് പട്ട, ഏലക്കായ, ബ്ലാക്ക് കാർഡമം, ബേലിസ്, കുറച്ച് ശുദ്ധമായ പശുവിൻ നെയ്യ്, പാകത്തിന് ഉപ്പ്. അരി പുതിരി നല്ല നീളം വയ്ക്കാം. എടുക്കാനേ ചോറ് നല്ല പൂ പോലെ ഇതാണ്.
മുളയിൽ നമുക്ക് ഹെവിയായിട്ട് തോർത്ത് കിട്ടണം. നല്ല അടിപൊളിയായിട്ട് തോർത്ത് കിട്ടണം, അടിയിൽ നിൽക്കുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ദമ്മിടാനുള്ള സെറ്റപ്പ് ചെയ്യാം അല്ലേ രതീഷേ? ആദ്യം കുറച്ച് ചോറ്, കുറച്ച് ഇറച്ചാക്കും, കുറച്ചുകൂടെ ചോറ്, മതില്ലേ? അടിപൊളി. കുറച്ച് കളറിന് സാഫ്രോണും അല്പം മഞ്ഞപ്പൊടിയും, കുറച്ച് നെയ്യ്, കുറച്ച് ഓണിയൻ, അടുപ്പ് കത്തിക്കണം. നല്ല തിളച്ചിട്ടാണ്. ഇതെടുക്കാനേ വേണ്ടല്ലേ? അപ്പോൾ നമുക്ക് അതിലാക്കാം അല്ലേ? കുറച്ച് മുട്ടയും വേണം. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കാം അല്ലേ? സാധനം ഇന്നെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഇരുട്ടായി. എന്താ ചൂടില്ല, ഒരു രക്ഷയില്ല. ചോറ് അടിപൊളി ടേസ്റ്റാ. നമ്മുടെ മുളയിലിൻ്റെ ആ മണം ഉണ്ടല്ലേ? ചിക്കനൊക്കെ പിന്നെ പകുതി നമ്മൾ അതിൽ വെന്തു. അത് നമ്മുടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ചിതാ, അടിപൊളിയത്. കറിയേ വേണ്ട, കറി ഇതിന് കറി ഇല്ല ശരി. പഴയ പണ്ടത്തെ അതെ മുള ബിരിയാണി. പണ്ട് കാലത്തൊക്കെ മുളയിലാണ് പുട്ട് സാധനങ്ങൾ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സ്റ്റൈലിൽ ബിരിയാണി ഉണ്ടാക്കി ഒന്ന് ആവി കയറ്റിയത് മാത്രം അല്ലേ? ചോറ് സാധനങ്ങളൊക്കെ വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റീം കയറ്റി. അപ്പോൾ ആ മുളൻ്റെ ആ ഒരു മണം ഇതിനകത്തുണ്ട്. ആ മുളയിൽ ഉണ്ടായിരുന്ന മണം ഉണ്ടല്ലോ, അത് ആ ഒരു സാധനം ഇതിനകത്തുണ്ട്. ചോറ് രക്ഷിച്ചേട്ടാ.
ജിത്തോ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു വെറൈറ്റി ഇല്ല. അപ്പോൾ സംഭവം നമ്മൾ ഇനി ആയിക്കൊണ്ടിരിക്കട്ടാ ഓരോ സെക്ഷനായിട്ട്. അപ്പോഴേക്കും ഇത് വെയിറ്റ് ചെയ്ത് ഇരുട്ടായില്ലേ? അപ്പോൾ സംഗതി എന്തായാലും അടിപൊളി. ഇനി നമ്മുടെ കുട്ടികൾ ഒരുപാട് വരാണ്ട് അവർക്ക് കൊടുക്കാണ്ട് നമ്മുടെ മുള ബിരിയാണി അല്ലേ? പിന്നെ ഒരു 3-4 തവണ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാണെങ്കിൽ നമ്മൾ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേക്ക് കൂടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചത്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ. മുട്ട തീർക്കാം. ജിത്തു 5-6 എടുത്ത് ഇന്നേ രാത്രി മിക്കവാറും 12 മണിയാകുന്നു തോന്നുന്നു. വേട്ടെ ആരും കൊടുത്താൽ പറ്റും.